ഇപ്പോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ഗോവർദ്ധനും ഭണ്ഡാരിയും സോണിയാഗാന്ധിയെ അവരുടെ ജനപത്തിലെ വീട്ടിൽ ചെന്ന് കണ്ടു. ആ കാണാൻ പോയ കൂട്ടത്തിൽ ഈ പറഞ്ഞ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ UDF കൺവീനർ ഉണ്ട്, ആന്റണി എന്ന് പറയുന്ന MP ഉണ്ട്. ഈ രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയെ അങ്ങേയറ്റം സെക്യൂരിറ്റി ഉള്ള, സാധാരണ CPM-കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സാധാരണ കോൺഗ്രസ്സുകാർക്ക് പോലും, എന്തിന് വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പോലും, ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ അതുപോലുള്ള അത്രയും വലിയ നേതാക്കൾക്ക് പോലും പലപ്പോഴും പ്രവേശനം കിട്ടാത്ത അങ്ങനെയുള്ള ഒരു വസതിയിലേക്ക് ഇവരെങ്ങനെ ഇത്ര അനായാസം സന്ദർശനം അനുവദിച്ചു കിട്ടി? അത് ഒന്നല്ല 3 തവണ ചെന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നേരത്തെ അനൂപ് അത് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചില്ലെങ്കിൽ പോലും ഒരു ചോദ്യമുണ്ട്. ഈ സോണിയാഗാന്ധിക്ക് ഏതായാലും ഇവരുടെ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കാൻ, ഭരണത്തിലില്ലാത്ത സോണിയാഗാന്ധിക്ക് ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് ഫേവർ ചെയ്തുകൊണ്ട് ഒരു നിയമം അല്ലെങ്കിൽ ഒരു ഉത്തരവിടാനോ അല്ലെങ്കിൽ ഉത്തരവ് ഇടാൻ ആരെങ്കിലും പ്രേരിപ്പിക്കാനോ അവകാശമില്ല. കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ഭരണമില്ല. ആകപ്പാടെ ഇവർ സൂചിപ്പിക്കുന്നത്, ഇതിന്റെ ധ്വനിയും അല്ലെങ്കിൽ വ്യംഗ്യവും എന്ന് പറയുന്നത്, സോണിയാഗാന്ധിയുടെ സഹോദരിക്കോ മറ്റോ ഇറ്റലിയിൽ ഒരു ആന്റിക് ഷോപ്പ് ഉണ്ട്, ആ ഷോപ്പിലേക്ക് ഈ ശബരിമലയിൽ നിന്നുള്ള വസ്തുക്കൾ, അമൂല്യ വസ്തുക്കൾ കടത്തിയിട്ടുണ്ടാകാം. അതിനുവേണ്ടി അതിന് ഒരു ഡീലിന് വേണ്ടി സോണിയാഗാന്ധിയെ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഇവരുടെ വ്യംഗ്യം. പക്ഷേ സത്യസന്ധമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആ രീതിയിൽ, ഈ പറഞ്ഞ രീതിയിൽ ഒരു ഡീലിനൊക്കെ, അതായത് MA ബേബി പോലും പറയുന്ന സോണിയാഗാന്ധി എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ അത്രയും ഉന്നത തലത്തിലുള്ള ഒരു വ്യക്തി, എനിക്കറിയാവുന്ന സോണിയാഗാന്ധി ഒരു കാരണവശാലും ഇത്തരം ഒരു കാര്യം ചെയ്യാൻ തയ്യാറാവില്ല. അവരങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. വളരെ ഡീസന്റ് ആയിട്ടുള്ള, വളരെ മാന്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മറിച്ച് എല്ലാ അർത്ഥത്തിലും സാധ്യത എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ അവരെല്ലാം ആ ഘട്ടത്തിൽ ഇപ്പൊ ശ്രീ ഗോപൻ പറയുന്നത് പോലെ ഏതെങ്കിലും ആരോപണ വിധേയരായിരുന്നു. ഇന്നിപ്പോ നമ്മുടെ കടകംപള്ളി പറയുന്ന പോലെ, ഞാൻ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അദ്ദേഹം ഇത്തരത്തിലൊരു സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ ആരോപണ വിധേയനായി അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്ത് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അദ്ദേഹം അഴിക്കുള്ളിൽ കിടക്കുന്ന സമയത്തല്ല, ഇപ്പോഴല്ലേ. ഈ 3-4 മാസം മുമ്പല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു പെരുങ്കള്ളനാണ്, സ്വർണ്ണക്കള്ളനാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന. അതുവരെ അദ്ദേഹം അവിടുത്തെ ശബരിമലയിലെ ഓളിനോളായിട്ടുള്ള ഒരാളാണ്, കീഴ്ശാന്തിയാണ്, അദ്ദേഹം സ്പോൺസറാണ്, എല്ലാ അർത്ഥത്തിലും ശബരിമലയിലെ എല്ലാ VIP-കളുടെയും സഹായിയാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ പറയുന്ന പോലെ അടൂർ പ്രകാശനും ആന്റണിയും ഒക്കെ ആ പ്രദേശത്തുമായിട്ട് ബന്ധപ്പെട്ട, പത്തനംതിട്ടയായിട്ട് ബന്ധമുള്ള ആളുകളാണെന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന പോറ്റിക്കായാലും മറ്റോ, പോറ്റിയുടെ കൂടെ പോയതായിരിക്കും മറ്റൊരു നേരിട്ടുള്ള കണക്ഷൻ ഒരുപക്ഷെ പോറ്റിയായിരിക്കാം ഇവർ വഴിക്ക് ഈ സന്ദർശനം തരപ്പെടുത്തുക. അടൂർ പ്രകാശ് ഇപ്പോഴും പറയുന്നത് ഞാനല്ല സന്ദർശനം തരപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്, നേരെ ഒന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല. അപ്പൊ ഏതായാലും ആ രീതിയിലുള്ളൊരു ബന്ധം ഉപയോഗിച്ച് സോണിയാഗാന്ധിയെ കണ്ടു എന്നത് ഇപ്പൊ CPM-ന് ഒരു പിടിവള്ളിയായിട്ട്, ലാസ്റ്റ് റിസോർട്ട് എന്നൊക്കെ പറയുന്ന പോലെ വേറെ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ സോണിയാഗാന്ധി എത്തുള്ള ഒരു ഫോട്ടോ മാത്രം ഉപയോഗിച്ച് ഇതിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു തടയിടാൻ, എന്തെങ്കിലും ഒരു പ്രതിരോധം, ഒരു ചെറിയ വൈക്കോൽ തുരുമ്പിൽ, കച്ചി തുരുമ്പിൽ മുങ്ങിച്ചാകാൻ പോകുന്നവൻ ഒരു വൈക്കോൽ തുരുമ്പിൽ എങ്കിലും പിടിച്ച് തൂങ്ങിക്കിടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്ന് പറയുന്ന പോലെ, ഈ സോണിയാഗാന്ധി ഒത്തുള്ള ഒരു പടം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ, യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? യഥാർത്ഥത്തിൽ ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ളയാണ്. വേണമെങ്കിൽ അതിനോടുകൂടി അറ്റാച്ച് ചെയ്യാവുന്ന വിഷയം എന്താ? അറ്റാച്ച് ചെയ്യാവുന്നത് നിങ്ങൾക്ക് ആ കൊടിമരം മാറ്റിയതായിട്ടുള്ള വിഷയവും അറ്റാച്ച് ചെയ്യാം. ഈ 2 വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലെ വിഷയം. മധു മണിമലയ്ക്കൊക്കെ അത് കൃത്യമായിട്ട് എന്നെക്കാൾ നന്നായിട്ട് പറയാൻ അറിയാം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ഈ 2-3 ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് സന്നിധാനത്തിലെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തെ ഈ പറഞ്ഞ എന്താ പറയാ, ദ്വാരപാലക ശില്പങ്ങളിലെയും അതുപോലെ തന്നെ വാതിൽപ്പാളികളിലെയും ആ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ടുപോയി അതിനകത്ത് പൊതിഞ്ഞിരുന്ന സ്വർണം മാറ്റി അത് ഉരുക്കിയെടുത്തതിന് ശേഷം നിയമവിരുദ്ധമായിട്ട് എന്ന് പറഞ്ഞാൽ, പോറ്റിക്ക് പങ്കുണ്ടെങ്കിൽ, പോറ്റിയുടെ കൺകറൻസ് ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ അനുവാദത്തോടെയാണെങ്കിൽ അദ്ദേഹം പെടട്ടെ. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഗതികളുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരല്ലേ. അവരറിയാതെ, അവർക്കാണല്ലോ ദേവസ്വം മാനുവൽ ബാധകമായിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞ തന്ത്രിക്ക് പോലും ഇത് കൊടുക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അത് കിട്ടിയാൽ പോലും, ആവശ്യപ്പെട്ടാൽ പോലും ദേവസ്വം മാനുവൽ അനുസരിച്ച് ഇത് സന്നിധാനത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് തീരുമാനം എടുക്കാനുള്ള അവകാശം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും ഇല്ലേ?
അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും ഉണ്ട്, അതുപോലെ തന്നെ അംഗങ്ങൾക്കുണ്ട്. അവർ ആ മാനുവൽ പാലിക്കാതെ ഈ പറയുന്ന രീതിയിൽ പോറ്റി അല്ലെങ്കിൽ ഈ തന്ത്രിയുടെ ഒരു മൗനാനുവാദം ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതുണ്ട് എന്ന് പറഞ്ഞ അനുവാദം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കടത്തിവിട്ടതില്ല. അപ്പോൾ നമ്പർ 1 ഉത്തരവാദികൾ ആരാണ്? അതാണല്ലോ കോടതി ഇവർക്ക് ഇത്രയും സമയമായിട്ടും ജാമ്യം പോലും കൊടുക്കാത്തത്. ഓരോ തവണയും സുപ്രീം കോടതി വരെ എത്തുമ്പോഴും സുപ്രീം കോടതി ആവർത്തിച്ച് പറയുന്നത് എന്താ? ദേവന്റെ സ്വർണം വരെ, ദൈവത്തിന്റെ സ്വർണം വരെ കവർന്നവരല്ലേ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് SIT പറഞ്ഞിട്ടില്ല, കോടതിയും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ചൂണ്ടിക്കാണിക്കട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അതുവരെ നിങ്ങൾ ഈ പറഞ്ഞ ഇന്നിപ്പോ ഇതിനകത്ത് ഇപ്പോഴും യഥാർത്ഥത്തിൽ പ്രശ്നം ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് ഈ 2019 ഈ സ്വർണപ്പാളികളും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞ ഇതും കടത്തിക്കൊണ്ടുപോകാൻ അനുമതി കൊടുത്ത ദേവസ്വം ബോർഡ് ഭാരവാഹികളും അതുപോലെ തന്നെ അന്നത്തെ ഉത്തരവാദപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥരും ആ ഗൂഢാലോചനയിൽ കണ്ണികൾ എന്ന് പറയുന്ന ഭണ്ഡാരിയും ഗോവർദ്ധനും ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവരാണ് യഥാർത്ഥത്തിലുള്ള കൾപ്രിറ്റ്സ്. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ വരുന്നേ ഉള്ളൂ. ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ മൗനാനുവാദം കൊടുത്തിട്ടുണ്ടോ അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ? ഉണ്ടെങ്കിൽ അദ്ദേഹവും വെള്ളം കുടിക്കണം. അദ്ദേഹം ആ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വെള്ളം കുടിക്കട്ടെ. ഇതെല്ലാം ഉണ്ടായിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് നിയമവിരുദ്ധമായിട്ടാണ് അന്നത് കൊണ്ടുപോയതെന്നും യഥാർത്ഥത്തിൽ ആ പാളികൾ തന്നെയാണോ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നത്, അതോ ആന്റിക് മൂല്യമുള്ള ആ പാളികളെല്ലാം വലിയ വിലയ്ക്ക് ഏതെങ്കിലും ഇന്റർനാഷണൽ സ്മഗ്ലേഴ്സിന് വിറ്റിട്ടുണ്ടോ, അതോ വലിയ വിശ്വാസികളുടെ വലിയ മൾട്ടിനാഷണൽ കമ്പനികളിലെ വിശ്വാസികളുടെ വീടുകളിൽ അത് അമൂല്യമായ വസ്തുക്കളായിട്ട് അവരുടെ പൂജാമുറികളിൽ എത്തിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കുന്നത് എങ്ങനെ? ഈ ചോദ്യങ്ങൾക്ക് പകരം ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം വിട്ടിട്ട് ഇപ്പൊ നമ്മൾ രാഷ്ട്രീയമായിട്ട് സോണിയാഗാന്ധിയെ പോറ്റി കണ്ടു, അടൂർ പ്രകാശ് പോറ്റിയുടെ വീട്ടിൽ പോയി, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ പോയി. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ, ഇതൊക്കെ സെക്കൻഡറിയോ അതിനും താഴെയുള്ള വിഷയങ്ങളാണ്. യഥാർത്ഥ വിഷയം വിശ്വാസികളുടെ പ്രശ്നം, കേരള ജനതയുടെ പ്രശ്നം, അമൂല്യമായ ഈ സ്വർണപ്പാളികൾ വിശ്വാസപരമായിട്ട് അതിന്റെ മൂല്യം എത്രയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന പകരം രാഷ്ട്രീയമാണ്. ഇന്നിപ്പോ ശിവൻകുട്ടി മന്ത്രി നിയമസഭയിൽ പറഞ്ഞ എന്താ? അറസ്റ്റ് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇതൊക്കെ പറയാൻ പാടുണ്ടോ? ബേബി പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. MA ബേബി പോലും അതല്ല പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്റെ ചോദ്യം ഇതാണ്, ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ സ്മൃതി. ആ ചോദ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് യഥാർത്ഥ വിഷയത്തിലേക്ക് ഇപ്പൊ പ്രശാന്തിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താ? ആ സമയത്ത് ഇത് വീണ്ടും ആവർത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് ഒരിക്കലും ആവർത്തിച്ചിട്ട് നടത്തിട്ട് അത് ആവർത്തിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിലാണ് അദ്ദേഹം സംശയത്തിന്റെ നിഴലിലാവുന്നത്. അത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടണം. എല്ലാവരും ചോദ്യം ചെയ്യപ്പെടട്ടെ, ഇതിനകത്ത് സത്യം പുറത്തു വരട്ടെ. പക്ഷെ CPM നേരത്തെ അടിയന്തര പ്രമേയത്തിൽ എന്താ ചർച്ച നടത്താത്ത എന്നുള്ളത് ഗോപൻ പറഞ്ഞു. ഞങ്ങൾ അടിയന്തര പ്രമേയം വന്നാൽ സംഖ്യാബലം ഉപയോഗിച്ചും പ്രസംഗ ചാതുര്യം ഉപയോഗിച്ചും പ്രതിപക്ഷത്ത് നിന്ന് 2-3 പേര് സംസാരിക്കുമ്പോൾ വളരെ കൂടുതൽ സമയം ഭരണപക്ഷത്തിന്റെ അംഗബലം അനുസരിച്ച് കിട്ടുമ്പോൾ ആ സമയം ഉപയോഗിച്ച് അത് വല്ലാതെ മുതലെടുത്ത് ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും ചെയ്യുന്ന ചില തന്ത്രങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അടിയന്തര പ്രമേയ ചർച്ചകൾ അങ്ങനെ സുഖമായിട്ട് അങ്ങ് അനുവദിച്ച് സ്കോർ ചെയ്യുന്ന കാഴ്ച ഞങ്ങൾ നേടി എന്നിപ്പോ അദ്ദേഹം ഊറ്റം കൊള്ളുന്നതും കണ്ടു. ഈ അടിയന്തര പ്രമേയ ചർച്ചയിൽ വാചാലമായിട്ട് ന്യായീകരിക്കുന്നതിലല്ല, യഥാർത്ഥ വസ്തുതയുമായിട്ട് നിങ്ങൾ എത്രത്തോളം അഡ്രസ് ചെയ്യുന്നു, ആ വസ്തുതയെ നിങ്ങൾ ഉൾക്കൊള്ളുന്നു. ജനം ഉൾക്കൊണ്ടില്ലല്ലോ മിസ്റ്റർ ഗോപൻ. അതാണ് പ്രശ്നം. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമായിരുന്നു. ജനം അത് നിങ്ങളുടെ വാദങ്ങൾ ഉൾക്കൊണ്ടില്ല എന്നതിന്റെ തെളിവല്ല ഒരിക്കലും ഇല്ലാത്ത പോലെ വലിയ തിരിച്ചടി നേരിട്ടത്. ഇനിയും തൊടുന്യായങ്ങളല്ല പറയേണ്ടത്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞൊരു നിലപാടെടുത്തിട്ട് ആ രീതിയിൽ നിലകൊണ്ടാൽ കുറെയെങ്കിലും ഇതുണ്ട്. അല്ലാതെ സോണിയാഗാന്ധിയെ പോലുള്ളവരെ വലിച്ചിട്ടിട്ട് ഒരു തെളിവും കിട്ടാതെ ഈ വാദങ്ങൾ പറയുന്നെങ്കിൽ ഈ വാദത്തിന് കുറച്ചുകൂടി ബലം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.